ഉപ്പൂപ്പ 20 വർഷം ഗൾഫിൽ ജോലി ചെയ്തിട്ടും മൂപ്പർക്ക് പൗരത്വവും കിട്ടിയിട്ടില്ല, PR-ഉം കിട്ടിയിട്ടില്ല. സെയിം ടൈമിൽ പോർച്ചുഗലിൽ ക്രിസ്ത്യാനോന്റെ പോർച്ചുഗലിൽ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ 6 വർഷം കൊണ്ട് പോർച്ചുഗൽ പൗരനാകാൻ പറ്റുമായിരുന്നു. പക്ഷേ മെസ്സിന്റെ നാട്ടിൽ പോയ 2 വർഷം മതി കേട്ടോ അർജന്റീന പൗരനാവാൻ. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഗൾഫ് രാജ്യങ്ങളിൽ നമ്മൾ എത്ര കാലം അവിടെ താമസിച്ചാലും പൗരത്വവും PR ഒന്നും കൊടുക്കാത്തതെന്നും? അതിലൊരു കാര്യമുണ്ട്. അതിനു മുമ്പ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഇമിഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് താല്പര്യമുണ്ടെങ്കിൽ പറ്റുന്നവർ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചെറിയൊരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് ആ കാര്യം ക്ലിയർ ആക്കി തരാം. ഇപ്പോൾ നമ്മുടെ UAE പോപ്പുലേഷൻ 1 കോടി ജനങ്ങളാണ്. അതിൽ 12% മാത്രമേ എമിറാത്തികളുള്ളൂ, UAE സിറ്റിസണുള്ളൂ. ബാക്കി വരുന്ന 87% ഫോറിനേഴ്സാണ്. ഇവർക്കൊക്കെ പൗരത്വം കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്കെല്ലാവർക്കും വോയിസ് ഉണ്ടാവും. പിന്നെ സമരം, ഇത് വിപ്ലവമൊക്കെ ഉണ്ടാക്കി ആ രാജ്യത്തിൻ്റെ അധികാരം ചിലപ്പോൾ നഷ്ടപ്പെടും. ആ രാജ്യം പടലം ഇവർക്കോളം തോടും, ഉറപ്പാണ്, നിഷേധിക്കാൻ പറ്റൂല. സെയിം ടൈമിൽ പോർച്ചുഗലിൽ 1 കോടി ജനങ്ങൾ തന്നെയാണ് പോപ്പുലേഷൻ. പക്ഷേ പോർച്ചുഗലിൽ 12% ഫോറിനേഴ്സ് മാത്രമേ ഉള്ളൂ. അവിടെ 87% പറങ്കികളാണ്, നാറ്റീവ് പോർച്ചുഗീസാണ്. അപ്പോൾ ഈ 12 ലക്ഷം ജനങ്ങൾക്ക് പൗരത്വം കൊടുത്താലും പോർച്ചുഗൽ ഗവൺമെന്റിന് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ 12 ലക്ഷം ജനങ്ങൾ അവിടെ എന്തെങ്കിലും വിപ്ലവം ഉണ്ടാക്കി അല്ലെങ്കിൽ ഇതുമാതിരി എന്തെങ്കിലും വേല ഉണ്ടാക്കി ചെയ്താൽ 87% വരുന്ന പോർച്ചുഗീസ് അവർ കൈകാര്യം ചെയ്തോളൂ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടുകാരെക്കാൾ കൂടുതൽ വരത്തമാരായി കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ കുറച്ച് റെസ്ട്രിക്ഷൻസ് വെക്കും. അത് നിർബന്ധമാണ്. ഒന്നും കൂടെ വ്യക്തമാക്കി പറയുകയാണെങ്കിൽ നമ്മളെ കേരളത്തിലെ മലയാളീസിനെതിരായിട്ട് ഇവിടെയുള്ള നോർത്ത് ഇന്ത്യൻസ് സമരം ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും? അടിച്ചോടിക്കൂല അവരെ.